إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം എന്ന് പറയുന്നത് അള്ളാഹു നിശ്ചയിച്ച കണക്കിനനുസരിച്ച് അത് ലഭ്യമാകുമ്പോൾ അത് നിയമത്തായി മാറുന്നു. അളവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ അത് ശിക്ഷയായി മാറുന്നു. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ മനുഷ്യൻ മഴയുടെ വരവ് പ്രതീക്ഷിക്കുകയും അത് വരുമ്പോഴും പെയ്തിറങ്ങുമ്പോഴും സന്തോഷിക്കുകയും പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുന്നു. അമിതമാകുമ്പോൾ ഭയപ്പെടുകയും അള്ളാഹുവിൽ രക്ഷ തേടുകയും ചെയ്യുന്നു. ഇപ്പൊ രണ്ടിനും സാധ്യതയുള്ള ഒരു വിഷയമാണ് വെള്ളം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ 59 സ്ഥലങ്ങളിൽ വെള്ളവുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത വശങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് മനുഷ്യൻ വെള്ളത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാനും അള്ളാഹുവിന് നന്ദി കാണിക്കുവാനും ആ നന്ദിയുടെ ഭാഗമായി ഏറ്റവും ഒന്നാമതായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനും വേണ്ടി മനുഷ്യനെ ഉണർത്തുന്നതിന് വേണ്ടിയാണ്. സൂറത്തുൽ വാഖിഅയിലെ 68, 69, 70 വചനങ്ങളിൽ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങളാണോ കാർമേഘത്തിൽ നിന്ന് ആ വെള്ളത്തെ താഴോട്ടിറക്കിയത്, വർഷിപ്പിച്ചത്? അതല്ല, നാം ആണോ വർഷിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ലൗ നശാഉ, ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്ന വെള്ളത്തെ നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഉജാജൻ, നമ്മൾ സാധാരണ ശുദ്ധമായ വെള്ളത്തിന്റെ മാഉൻ ആസ്ബുൻ എന്ന് അറബിയിൽ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ മലയാളത്തിൽ പറയുന്ന സ്വച്ഛമായ വെള്ളം, ശുദ്ധമായ വെള്ളം, അല്ലെങ്കിൽ രുചികരമായ വെള്ളം, എന്നാൽ മറ്റൊരു ചുവയുമില്ലാത്ത നല്ല രുചികരമായ വെള്ളം, അതിനെ നാം ചവർപ്പുള്ളതാക്കി മാറ്റുമായിരുന്നു. ഫലൗലാ തഷ്കുറൂൻ, ഈ വെള്ളം ചവർപ്പില്ലാത്ത ശുദ്ധമായ സ്വച്ഛമായ രുചികരമായ വെള്ളം കിട്ടുന്ന നിങ്ങൾ എന്തുകൊണ്ട് അള്ളാഹുവിന് നന്ദി കാണിക്കുന്നില്ല എന്നാണ് ഈ 3 ചെറിയ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഒന്നാമതായി മനസ്സിലാക്കാനുള്ള കാര്യം, മഴ വർഷിപ്പിക്കുന്നത്, വെള്ളം സുലഭമാക്കുന്നത്, നമുക്ക് കുടിക്കാൻ പറ്റിയ രീതിയിലുള്ള വെള്ളം നൽകുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അത് നിങ്ങളല്ല, മനുഷ്യരല്ല, മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളുമല്ല. അതുകൊണ്ട് അള്ളാഹുവിന് നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദിയുള്ളവരാവുക എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ വിഷയം, മഴ വർഷിപ്പിക്കുന്നവൻ അള്ളാഹുവാണ്. അവനെ മാത്രം ആരാധിച്ച് അവൻ നൽകുന്ന വെള്ളം കുടിച്ച് ജീവിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിന് നന്ദിയുള്ളവരായി മാറുക എന്നതാണ്. സൂറത്തുൻ നഹ്ലിലെ 10, 11 വചനങ്ങളിൽ ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅൻ, അവനാകുന്നു ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വെള്ളം വർഷിപ്പിച്ചു തരുന്നവൻ. ലക്കും മിൻഹു ശറാബ്, ആകാശത്ത് നിന്ന് പെയ്യുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് പാനീയമുണ്ട്. നമ്മൾ സാധാരണ കിണറുന്ന വെള്ളം മുക്കിയെടുക്കുന്നു. മഴവെള്ളം ആരും കുടിക്കാറില്ല. പക്ഷേ മഴവെള്ളം ശുദ്ധമായ വെള്ളമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് മിൻഹു, ആ മഴയിൽ പെയ്തിറങ്ങുന്ന വെള്ളത്തിൽ നിങ്ങൾക്ക് ശറാബുൻ, പാനീയമുണ്ട്. വമിൻഹു, ആ വെള്ളത്താൽ ഷജറുൻ, മരങ്ങളും ചെടികളും മുളച്ചുണ്ടാകുന്നു. ഫീഹി തുസീമുൻ, മഴ മൂലം മുളച്ചുണ്ടാകുന്ന ചെടികളിൽ, സസ്യലതാദികളിൽ, പുൽമേടകളിൽ നിങ്ങൾ കന്നുകാലികളെ മേച്ചു നടക്കുന്നു. മൃഗങ്ങൾക്ക് ഭക്ഷണം കിട്ടണം, അതിന് വെള്ളമുണ്ടാകണം. വെള്ളമുള്ളയിടത്താണ് പുൽമേടുകൾ ഉണ്ടാകുന്നത്. ഈ വെള്ളവും പുല്ലും കന്നുകാലികളും ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴ മുഖേന, നിങ്ങൾക്ക് വെള്ളം മുഖേന യുംബിത്തു സറഅ വസ്സൈതൂന വന്നഖ്ല വൽഅനാബ്, കൃഷികൾ, ഒലീവ്, അതായത് സെയ്ത്ത്, ഈത്തപ്പന, മുന്തിരി, അതുപോലെ വമിൻ കുല്ലി സമറാത്ത്, എല്ലാ തരത്തിലുള്ള പഴവർഗ്ഗങ്ങളും മഴ മൂലം, വെള്ളം മൂലം നിങ്ങൾക്ക് അവൻ മുളപ്പിച്ചു തരുന്നു. ഇന്ന ഫീ ദാലിക ലആയ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. അപ്പോ മഴ പെയ്യുന്നു എന്നത് നമുക്കറിയാത്ത വിഷയമല്ല. മഴ ആകാശത്ത് നിന്ന് താഴോട്ട് പെയ്താൽ വെള്ളം കിട്ടുന്നു എന്നതും നമുക്കറിയാം. ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്, അതുകൊണ്ടാണ് ചെടികൾ ഉണ്ടാകുന്നത് എന്നൊക്കെ നമുക്കറിയാം. ഇതൊന്നും അറിയാത്ത കാര്യങ്ങളല്ല. പക്ഷേ ഇത് ചെയ്തു തരുന്നവൻ ഹുവല്ലദീ അൻസല, അവനാകുന്നു ഇറക്കിത്തരുന്നവൻ.
വർഷിപ്പിച്ചു തരുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഴ വർഷിപ്പിക്കുന്നത് നിങ്ങളാരുമല്ല, ലോകത്തൊരു ഔലിയപ്പാപ്പയുമല്ല. ഒരു ജാറത്തിലും ചക്ക വെച്ച് വിളമ്പിയാലോ കഞ്ഞി വെച്ച് വിളമ്പിയാലോ മമ്പറത്ത് ജാറത്തിലെ കൊടിയെടുത്ത് ചുറ്റും ജാഥ നടത്തിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ ആളുകളെ സമീപിച്ചാലോ ഒന്നും മഴ കിട്ടുകയില്ല. വെള്ളം ഇറക്കിത്തരുന്നത് അള്ളാഹു ആകുന്നു. അതുകൊണ്ട് അതിൽ ദൃഷ്ടാന്തം കണ്ടെത്തി ആ മഴ വർഷിപ്പിക്കുന്ന വെള്ളം നൽകുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കി അവനെ ആരാധിക്കണം, അവനെ മാത്രം ആരാധിക്കണം. നമ്മൾ സാധാരണ ഓതുന്ന രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ഓതാറുണ്ടായിരുന്ന 6 സൂറത്തുകളിൽ, നിസ്കാരത്തിലല്ല അല്ലാതെ രാത്രിയിൽ ഓതുന്ന സൂറത്തുകളിൽ ഒരു സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു എന്ന് തുടങ്ങുന്ന സൂറത്ത്. ആ സൂറത്ത് നമ്മൾ ഓതേണ്ടതാണ്. അതിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2-3 ചോദ്യങ്ങൾ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങളുടെ വെള്ളം അത് ഗൗറായി പോയാൽ, ഗാറ എന്ന് പറഞ്ഞാൽ കണ്ണ്, മനുഷ്യന്റെ കണ്ണ് പ്രായം ചെല്ലും അല്ലെങ്കിൽ ക്ഷീണം ബാധിച്ച് രോഗം ബാധിച്ച് അവസാനമാകുമ്പോ കണ്ണ് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവും, കണ്ണ് കുണ്ടിച്ചാടുക എന്നാ പറയാം. ഇതുപോലെ വെള്ളം താഴോട്ട് കുണ്ടിലേക്ക് പോവുക, നമുക്ക് വെള്ളം കിട്ടാതാവുക. അങ്ങനെ വെള്ളം ഗൗറായാൽ, താഴോട്ട് പോയി വെള്ളം വറ്റിപ്പോയാൽ മഴീൻ എന്ന് പറഞ്ഞാൽ നല്ല ഉറവയെടുത്ത് വരുന്ന വെള്ളം, ശുദ്ധമായ വെള്ളം, ആ ഉറവ ജലം നിങ്ങൾക്ക് കൊണ്ടുവന്നു തരാൻ ആരാണുള്ളത്? ഇത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ 2 ആയത്തുകളിലും അല്ലെങ്കിൽ 2 സൂറത്തുകളിലെ ആയത്തുകളിലും ഈ ആയത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെള്ളം നൽകുന്നവൻ അള്ളാഹുവാണ്, മറ്റാരാണ്? ഫമയ്യതീക്കും, വെള്ളം വറ്റി താഴോട്ട് പോയാൽ, കിണറിന്റെ നെല്ലിപ്പടിയിലെത്തിയാൽ, അതിന്റെ അടിഭാഗത്തെത്തിയാൽ, അതിന്റെയും താഴോട്ട് പോയാൽ നിങ്ങൾക്കാരാണ് വെള്ളം തരിക? നിങ്ങൾക്കത് കൊണ്ടുവന്നു തരാൻ ഫമൻ, പിന്നെ ആരുണ്ട്? ആരുമില്ല, അള്ളാഹു തന്നെ. അതുകൊണ്ട് മഴയെക്കുറിച്ച് ചിന്തിക്കുകയും വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുകയും അള്ളാഹുവിനെ മനസ്സിലാക്കുകയും അവനെ മാത്രം ആരാധിക്കുകയും അവന് നന്ദി കാണിക്കുകയും നന്ദി കെട്ടവനായി അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുകയും ചെയ്യാൻ പാടില്ല. അത് മഴയ്ക്ക് വേണ്ടി തേടുമ്പോഴാണെങ്കിലും അല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലും ദുആ, ഇബാദത്ത് അള്ളാഹുവിനെ മാത്രമായിരിക്കണം എന്ന തൗഹീദാണ് ഒന്നാമതായി മഴയുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈ വെള്ളം നമ്മുടെ കുളങ്ങളിലും കിണറുകളിലും തോടുകളിലും പുഴകളിലും നീർച്ചാലുകളിലുമൊക്കെ ഉള്ള വെള്ളം, അതിനെ ഭൂമിയിൽ പിടിച്ചു നിർത്തുന്നത്, ഒറ്റടിക്ക് പെയ്യുന്ന മഴ വറ്റിപ്പോകാതെ അതിനെ ഭൂമിയിൽ അതിന് ഭദ്രമായ സ്ഥലങ്ങളിൽ താങ്ങി നിർത്തി അല്ലെങ്കിൽ തടഞ്ഞുവെച്ച് സംഭരിച്ചു വെക്കുന്നതും അത് അല്ലാഹുവാണ്. അതിനെ ഇല്ലായ്മ ചെയ്യാൻ കഴിവുള്ളവൻ അതും അല്ലാഹുവാണ്. സൂറത്തുൽ ഹിജ്റിലെ 22-ാമത്തെ ആയത്തിൽ നിങ്ങൾക്ക് ലവാഖിഹ്, പരാഗണം നടത്തുന്ന കാറ്റുകളെ അടിച്ചു വീശിപ്പിക്കുന്നവൻ അള്ളാഹു ആകുന്നു. അപ്പൊ കാറ്റുണ്ടാക്കുന്നത് അള്ളാഹുവാണ്. കാറ്റുമൂലം കാർമേഘങ്ങളെ തെളിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ മഴ പല സ്ഥലങ്ങളിൽ ലഭിക്കുന്നു. അതിനപ്പുറം കാറ്റുകൊണ്ട് കിട്ടുന്ന മറ്റൊരു കാര്യം ലവാഖിഹ്, പരാഗണം നടത്തുന്ന കാറ്റുകൾ. കാറ്റുകൊണ്ടാണ് ആൺപൂക്കളിലും പെൺപൂക്കളിലും പരാഗണങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് പൂക്കളിൽ കായ്കൾ ഉണ്ടാകുന്നത്. ആണും പെണ്ണുമില്ലെങ്കിൽ സന്താനങ്ങൾ ഉണ്ടാവുകയില്ല, കായ്കളും ഉണ്ടാവുകയില്ല, ഫലങ്ങളും ഉണ്ടാവുകയില്ല. ഇത് നൽകുന്നവൻ അല്ലാഹുവാൻ. എന്നിട്ടല്ല പറയാൻ ഫാസ്തൈനാകുമൂഹു, ഈ വെള്ളത്തെ നിങ്ങളെ നാം കുടിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് മനുഷ്യർക്ക് കുടിക്കുവാൻ, അതുപോലെ തന്നെ ഭൂമിയിൽ ആളുകൾക്കും ജീവജാലങ്ങൾക്കും സസ്യലതാദികൾക്കുമൊക്കെ കുടിക്കാൻ വേണ്ട വെള്ളം നൽകുന്നവൻ അല്ലാഹുവാൻ. വമാ അൻതും ലഹു ബിഖാസിനീൻ, പെയ്യുന്ന മഴയുടെ വെള്ളമെല്ലാം ശേഖരിച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. എത്ര ലിറ്ററിന് ടാങ്ക് ഉണ്ടാക്കേണ്ടി വരും? നമ്മുടെ പറമ്പിലും വീട്ടുമൊക്കെ പെയ്ത് ഇറങ്ങുന്ന വെള്ളം സംഭരിച്ചു വെക്കാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ അള്ള പറയാൻ, നിങ്ങൾ അത് സംഭരിക്കുന്നവരല്ല. ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴയെ മുഴുവൻ സംഭരിച്ചു വെക്കാൻ ഒമാ അൻതും ലഹു ബിഖാസിനീൻ, നിങ്ങൾ ആ വെള്ളത്തെ ശേഖരിച്ച് സംഭരിച്ചു വെക്കുന്നവരല്ല. ഒരു കുഴിയുണ്ടാക്കി അതിൽ നിറക്കാം, ചിലപ്പോ 1-2 ടാങ്കിൽ നിറച്ചു വെക്കാം, അല്ലാതെ പെയ്യുന്ന മഴ മുഴുവൻ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഴയെ പിടിച്ചു നിർത്തി ഭൂമിയിൽ അതിനെ സംഭരിച്ചു വെച്ച്, നമുക്കറിയാം പുഴയുടെ തോടിന്റെ അടുത്തുള്ള താഴ്ന്ന വയലുകളിൽ അല്ലെങ്കിൽ വയലുകൾക്കടുത്ത് വെള്ളം കിട്ടുന്നതിനേക്കാൾ കുറഞ്ഞ ആഴത്തിൽ വെള്ളം കിട്ടുക പലപ്പോഴും കുന്നിന്റെ മുകളിലും മലമുകളിലും കുഴിക്കുന്ന കിണറിലാണ്. കാരണം എന്താ? അവിടെ കല്ലുകൾ അല്ലാഹു ഭൂമിയിൽ സ്ഥാപിച്ചിട്ടുണ്ട്, പാറകളെ അടുക്കുകളായി അല്ലാഹു സ്ഥാപിച്ചിട്ടുണ്ട്. ആ പാറക്കെട്ടുകളിലും അടുക്കുകളിലും അല്ലാഹു വെള്ളത്തെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴിച്ചാൽ താഴെ കുഴിക്കുന്നതിനേക്കാൾ പലപ്പോഴും മേൽഭാഗത്ത് വെള്ളം കിട്ടും. സലക്കഹു യനാബിഅ,
മറ്റൊരു സ്ഥലത്ത് ഖുർആൻ പറഞ്ഞത് കാണാം, അള്ളാഹുവാണ് അതിനെ യംബൂൾ ഉറവിടങ്ങളിലേക്ക് പ്രവേശിച്ചത്. പെയ്യുന്ന മഴ കൊടയുടെ മേലെ തെറിച്ചൊഴുകി ഉരുണ്ടുപോകുന്നത് പോലെ ഉരുണ്ടുപോയാൽ ഭൂമിയിൽ വെള്ളം ഉണ്ടാവില്ല. ആ വെള്ളത്തെ സലക്കഹു യനാബിഅ, യംബൂൾ എന്ന് പറഞ്ഞാൽ ഉറവകൾ എന്നാണ്. ഭൂമിക്കടിയിലുള്ള ഉറവകളിലേക്ക് താഴോട്ട് വെള്ളത്തെ ഇറക്കിക്കൊണ്ടുപോകുന്നത്. അപ്പൊ മേലെ നിന്ന് പെയ്യിപ്പിക്കുന്നതും ഭൂമിയിൽ അതിനെ താഴോട്ട് ഇറക്കിക്കൊണ്ടുപോയി കിണറിലും കുളങ്ങളിലും ഇത്തരം സംഭരണികളിലും അതിനെ സംഭരിച്ചു വെക്കുന്നതും അള്ളാഹു ആകുന്നു. ആലോചിച്ചു, നമുക്ക് കഴിയും? എത്ര പൈസ മുടക്കണം? പൈസ മുടക്കിയാൽ കഴിയും? സൂറത്തുൽ മുഅ്മിനൂൻ 18-ാമത്തെ വചനം, അള്ളാഹു ആകുന്നു നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് വെള്ളം ഇറക്കി തന്നത്. ഫഅസ്കന്നാഹു ഫിൽ അർളി, അവിടെ അള്ളാഹ് പറയാൻ, അള്ളാഹു ആ വെള്ളത്തെ ഭൂമിയിൽ അസ്കന, താമസിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വെള്ളം പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ കൊടന്റെ മേലൊക്കെ വീഴുന്നത് പോലെ തെറിച്ചു പോകല്ല, ഭൂമിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതാണ് പിന്നെ ഉറവകളായി മാറുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കിണറിൽ മഴ പെയ്താൽ കിണറിൽ വെള്ളം ഉണ്ടാകുന്നത്. 10ഉം 30ഉം കോലും 10ഉം 20ഉം മീറ്ററും ഒക്കെ കുഴിച്ച് ആഴമുള്ള കിണറിലേക്ക് ഭൂമിയിൽ പെയ്യുന്ന വെള്ളത്തിന്റെ മഴയുടെ വെള്ളം ഭൂമിന്റെ അടിയിൽ 10ഉം 20ഉം 30ഉം ഒക്കെ മീറ്റർ അടിയിലുള്ള കിണറിൽ ഉറവ് പൊന്തുന്നു. ആരാ ഇറക്കിക്കൊണ്ടുപോകുന്നത്? അള്ളാഹു. ഉറവിടങ്ങളിലേക്ക് അള്ളാഹു അതിനെ പ്രവേശിപ്പിച്ചു. ഫാസ്കന്നാഹു ഫിൽ അർളി, എന്നിട്ട് ഭൂമിയിൽ അതിനെ താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തി. എന്നിട്ട് അള്ളാഹ് പറയാൻ, വ ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, എന്നാൽ ഭൂമിക്കടിയിലേക്ക് പോയിട്ട് കാര്യമില്ല, അത് ഉറവെടുത്ത് വരണം. അള്ളാഹു ഈ വെള്ളത്തെ നിങ്ങൾക്കിങ്ങനെ ഉപകാരപ്പെടാതെ അതിനെ കൊണ്ടുപോകാൻ അതിനും നമ്മൾ കഴിവുറ്റവരാണ്. അപ്പൊ ഇത് ചെയ്തു തന്നത് അള്ളാഹുവാണ്. ഭൂമിക്കടിയിലേക്ക് ഇറക്കാതെയും ഉറവില്ലാതെയും ഉപയോഗ ശൂന്യമാക്കിക്കൊണ്ടുമൊക്കെ അള്ളാഹു അതിനെ നിങ്ങൾക്ക് പരീക്ഷണമാക്കാൻ അള്ളാഹുവിന് കഴിയും. വെള്ളത്തെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ ലഖാദിറൂൻ, ഇതിറക്കിത്തന്ന ഇപ്പറഞ്ഞ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ അള്ളാഹു കഴിവുറ്റവനാകുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഒന്നാമതായി തൗഹീദും അള്ളാഹുവിന്റെ മഹത്വവും അവന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടതും അവനിലേക്ക് പ്രതീക്ഷയർപ്പിക്കേണ്ടതിന്റെയും പ്രാധാന്യമാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിത് പറയാൻ കാരണം വേനൽക്കാലമാണ്, കൊടുംചൂടാണ്. ഒരുപാട് വീട്ടുകാർ വെള്ളം കിട്ടാതെ കുടിക്കാനും അലക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കിട്ടുന്ന ബക്കറ്റുകളിലും ചെമ്പും ചട്ടിയും പാത്രവും ഒക്കെ എടുത്തു വെച്ച് ശേഖരിച്ചു വെക്കുന്ന ആളുകളുണ്ട്. ചെറിയ ചെറിയ ടാങ്കുകളിൽ സംഭരിച്ചു വെക്കുന്നു, ആവശ്യത്തിന് മാത്രം കിട്ടുന്നില്ല. ഇങ്ങനെ വെള്ളത്തിന്റെ വില മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു സന്ദർഭമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതോടെ നമ്മൾ മനസ്സിലാക്കുകയും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുകയും ചെയ്യണമെന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. സൂറത്തുൻ നൂറിലെ 45-ാമത്തെ വചനത്തിൽ വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ, ഭൂമിയിലെ എല്ലാറ്റിനെയും അള്ളാഹു മുളപ്പിച്ചത്, സർവ്വ ജീവജാലങ്ങളെയും മുളപ്പിച്ചത്, ഉൽപ്പാദിപ്പിച്ചത്, സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. അള്ളാഹു പറയാൻ, അള്ളാഹു എല്ലാ ദാബത്തിനെയും, എല്ലാ ജന്തു ജീവികളെയും, മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ഉരകങ്ങളും പ്രാണികളും ഒക്കെ അടങ്ങുന്ന എല്ലാ ജന്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത് മിമ്മാഇൻ, വെള്ളത്തിൽ നിന്നാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ആ ജീവികളുടെ കൂട്ടത്തിൽ അവയിലുണ്ട് പള്ളയിൽ നടക്കുന്നവ എന്ന് പറഞ്ഞാൽ ഉരകങ്ങൾ, എഴഞ്ഞു നീങ്ങുന്നവ, പാമ്പ് അതുപോലുള്ള സാധനങ്ങൾ, 2 കാലിൽ സഞ്ചരിക്കുന്നവ മനുഷ്യനെ പോലെ, 4 കാലിൽ സഞ്ചരിക്കുന്നവ, ഇതിനെയൊക്കെ സൃഷ്ടിച്ചത് അള്ളാഹു വെള്ളത്തിൽ നിന്നാണ്. യഖ്ലുഖുല്ലാഹു മാ യശാ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചതിനെ സൃഷ്ടിക്കുന്നു. എന്നിട്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, വെള്ളത്തിൽ നിന്ന് സർവ്വജീവികളെയും അള്ളാഹു സൃഷ്ടിച്ചു. അതിൽ തന്നെ ഒന്നല്ല, പല തരത്തിലുള്ള നിറത്തിലും ഗുണത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത അവസ്ഥയിലും അതുപോലെ തന്നെ കാലാവസ്ഥകളെ തരണം ചെയ്യുന്നതിലും എര പിടിക്കുന്നതിലും അതിന്റെ കാറ്റത്തിലും മാംസത്തിലും പാലിലും നിറത്തിലും തൊലിയിലും രോമത്തിലും കൊമ്പിലും പല്ലിലും കണ്ണിലും എല്ലാത്തിലും വ്യത്യസ്തമായ എമ്പാടും ജീവികളെ എല്ലാറ്റിനെയും വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചവനാണ്. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്നും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സൂറത്തുൽ അംബിയായിലെ 30-ാമത്തെ വചനം, അവിശ്വസിച്ചവർ കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ, ആകാശങ്ങളും ഭൂമിയും രണ്ടും ഒട്ടിച്ചേർന്നവയായിരുന്നു, അതിനെ നാം വേർപെടുത്തി. എന്നിട്ടുള്ള പറയാൻ, എന്നിട്ട് വെള്ളത്തിൽ നിന്ന് കുല്ല ശൈഇൻ ഹയ്യിൻ, ജീവനുള്ള എല്ലാറ്റിനെയും നാം വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെയും അള്ളാഹ് ചോദിക്കുന്നു, ആയത്ത് അവസാനിപ്പിക്കുന്നത് അഫലാ യുഅ്മിനൂൻ, ഈ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ വെള്ളത്തെ സൃഷ്ടിച്ച അള്ളാഹുവിനെ മനസ്സിലാക്കി, എന്നെ ജനിപ്പിച്ചത് അള്ളാഹു വെള്ളത്തിൽ നിന്നാണ്, എല്ലാ ജീവികളെയും ജനിപ്പിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്തുകൊണ്ട് ഈ കാഫിറുകളായ ആളുകൾ വിശ്വാസികളായി മാറുന്നില്ല?
അപ്പൊ നോക്കൂ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവന് അള്ളാഹുവിനെ മനസ്സിലാക്കുവാൻ, മുസ്ലിമായി എന്നാൽ ശിർക്ക് ചെയ്യുന്നവന് അല്ലെങ്കിൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം പങ്കുചേർക്കുന്നവന് ശിർക്ക് വിട്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന യഥാർത്ഥ വിശ്വാസിയായി മാറുവാൻ തന്നെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നതുകൊണ്ടാണ് സൂറത്തുൽ അംബിയ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലുള്ള ഈ സൂറത്തിലെ 30-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി മനുഷ്യൻ ജീവിക്കുമ്പോൾ മാത്രമല്ല, മരിച്ചാലും വെള്ളവുമായി ഒരു ബന്ധമുണ്ട്. ലോകാവസാനം സംഭവിക്കുന്നത് ഏറ്റവും അവസാനമായി വിശ്വാസികളായ ആളുകളൊക്കെ അല്ലാഹു മരിപ്പിക്കും. പിന്നെ കാഫിറുകളായ ആളുകൾ മാത്രമേ ഭൂലോകത്തുണ്ടാവുകയുള്ളൂ. എന്നിട്ട് പിന്നെ ലോകാവസാനം സംഭവിക്കുന്നു. കാഫിറുകൾ മാത്രം, കാഫിറും മുശ്രിക്കും മാത്രം ലോകത്ത് ബാക്കിയാകുമ്പോൾ അപ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാവുക. അന്ന് ഒരു വിശ്വാസി ഉണ്ടാവില്ല ഭൂലോകത്ത്. ലോകം അവസാനിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാറ്റിനെയും മഴയെയും വർഷിപ്പിക്കുന്നു. ആ മഴ ഭൂമിയിൽ പെയ്തിറങ്ങുന്നു, ലോകത്ത് മുഴുവൻ. ആ മഴയുടെ വെള്ളം ഭൂമിയിൽ തട്ടി, ഭൂമിയിൽ ഖബറിലാകട്ടെ, ഇനി ഖബറല്ലാതെ എവിടെയൊക്കെ മനുഷ്യൻ മരിച്ചു കിടക്കുന്നുണ്ടോ അവന്റെ നട്ടെല്ലിൽ ഭൂമിയിൽ ലയിച്ചു ചേരാത്ത എല്ലിന്റെ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വെള്ളം നനയുമ്പോൾ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ നോക്കൂ, സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ്. വെള്ളം കൊണ്ടാണ് മനുഷ്യനെ ജീവിപ്പിക്കുന്നതും അവന്റെ ജീവന്റെ അടിസ്ഥാനവും വെള്ളമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം ഖിയാമത്ത് നാളിൽ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ഒരു മഴ വർഷിപ്പിക്കുകയും ആ മഴവെള്ളം ഭൂമിയിൽ പതിച്ച് മനുഷ്യന്റെ നട്ടെല്ലിന്റെ അവസാന ഭാഗത്തുള്ള, നട്ടെല്ലിന്റെ അവസാനത്തുള്ള ആ വാൽക്കുറ്റിയിൽ നിന്ന്, ഹദീസിൽ വന്നതാണ്, അതിൽ നിന്ന് മനുഷ്യനെ വീണ്ടും അല്ലാഹു ജീവിപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യന്റെ എല്ലാം നശിച്ചു പോയാലും ഈ വാൽക്കുറ്റി ഭൂമിയിൽ നശിക്കുകയില്ല. വാൽക്കുറ്റിയിൽ നിന്നാണ് മനുഷ്യനെ രണ്ടാമത് അല്ലാഹു എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോ നമ്മളൊക്കെ സാധാരണ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, സയൻസിൽ പഠിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്നുണ്ട്, പള്ളികളിലും ഹോട്ടലുകളിലും കൈ കഴുകുന്ന സ്ഥലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, വെള്ളം അമൂല്യമാണ്, വെള്ളം ജീവനാണ്. ഇതൊന്നും ശാസ്ത്രം പഠിപ്പിച്ചതല്ല, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, വെള്ളം കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്, വെള്ളത്തിൽ നിന്നാണ് രണ്ടാമതും മനുഷ്യനെ ജീവിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളമില്ലാതെ ലോകത്ത് ഒന്നിനും നിലനിൽക്കാൻ സാധിക്കുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചെടികളും സസ്യങ്ങളും മുളക്കണം, അപ്പോഴേ കന്നുകാലികൾക്ക് നിലനിൽക്കാൻ സാധിക്കൂ. ഇത് രണ്ടും ഉണ്ടാകുമ്പോഴേ മനുഷ്യന് നിലനിൽപ്പുള്ളൂ. സൂറത്തുൻ നബ അമ്മയതസാഅലൂൻ എന്ന സൂറത്ത് നമ്മളൊക്കെ പലപ്പോഴും ഓതാറുണ്ട്. അതിന്റെ 14-15 വചനം, വഅൻസൽനാ മിനൽ മുഅ്സിറാത്തി മാഅൻ സജ്ജാജ. മുഅ്സിർ എന്ന് പറഞ്ഞാൽ പിഴിയുന്നതാണ്. അസീർ എന്ന് പറഞ്ഞാൽ ജ്യൂസാണ്. ജ്യൂസിന് അറബിയിൽ അസീർ എന്ന് പറയാൻ തരാം, പിഴിഞ്ഞെടുത്തതാണ്. പിഴിഞ്ഞെടുത്ത നീരാണ് ജ്യൂസ്. മുഅ്സിർ എന്ന് പറഞ്ഞാൽ പിഴിയുന്നതാണ്. ഇവിടെ ഉദ്ദേശം കാർമേഘങ്ങളാണ്. കാർമേഘം അതിന് പ്രത്യേക രീതിയിൽ അല്ലാഹു പിഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിൽ നിന്ന് വെള്ളം ഭൂമിയിലേക്ക് മഴയായി പെയ്യുന്നത്. അപ്പൊ ഈ കാർമേഘത്തിൽ നിന്ന് നാം വെള്ളത്തെ സജ്ജാജൻ കുത്തിച്ചൊരിയുന്നതായി നാം വർഷിപ്പിക്കുന്നു. അപ്പൊ കാർമേഘത്തിൽ അല്ലാഹു വെള്ളം സംഭരിച്ചിട്ടുണ്ട്. അത് ഭൂമിയിൽ നിന്ന് മേലോട്ട് കയറിപ്പോകുന്ന സൂര്യന്റെ ഉയർന്ന താപമുണ്ടാകുമ്പോൾ ബാഷ്പീകരിച്ച് മേലോട്ട് പോകുന്ന വെള്ളമാണ് മേഘത്തിൽ ഘനീഭവിക്കുന്നത് എന്നൊക്കെ ശാസ്ത്രം പറയുന്നു. ആ കാർമേഘത്തിൽ വെള്ളമുണ്ടെന്ന് ഖുർആൻ പറയുന്നു. അതിനെയാണ് മഴയായി നാം വർഷിപ്പിക്കുന്നത്. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത. എന്തിനാണ് ഈ മഴ വർഷിപ്പിക്കുന്നത്? അത് മുഖേന ഹബ്ബ്, നബാത്ത്, ധാന്യങ്ങളും, എല്ലാ തരത്തിലുള്ള ധാന്യങ്ങളും, ധാന്യങ്ങളല്ലാത്ത മറ്റെല്ലാ ചെടികളും, ഇതിൽ നിന്നൊക്കെ മനുഷ്യനും കന്നുകാലികൾക്കും തിന്നാനുള്ളവയാണ്. രണ്ടും മനുഷ്യന് ഉപകാരപ്പെടുത്താൻ ഇതിനു വേണ്ടി നാം സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മളാണ് ചെയ്യുന്നത്. അതും എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ആധാരം വെള്ളമാണ്. ഉണ്ടായത് വെള്ളത്തിൽ നിന്നാണ്. നിലനിൽപ്പിനും വെള്ളം ആവശ്യമാണ്. ഇനി കുളിക്കണം, ഉളുവെടുക്കണം, ശുദ്ധീകരിക്കണം. സൂറത്തുൽ അംഫാൽ 11-ാമത്തെ വചനം, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅൻ ലിയുതഹിറുക്കും ബിഹി. ബദ്ർ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലാഹു ചെയ്തു കൊടുത്ത നിയമത്തുകൾ പറയുന്നിടത്ത് പറയാൻ, നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് അവൻ വെള്ളമിറക്കി തന്നിരിക്കുന്നു, നിങ്ങളെ ആ വെള്ളം ഉപയോഗിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി. ബദറിൽ മുശ്രിക്കുകൾക്ക് വെള്ളമുണ്ടായി, മുസ്ലിങ്ങൾ സംഭടിച്ചെടുത്ത് വെള്ളമുണ്ടായിരുന്നില്ല. ശൈത്താൻ ചില വസ്വാസുകൾ വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടാക്കി. ആ മനസ്സിനെ ശുദ്ധീകരിക്കാൻ, രണ്ടാമത്തെ നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഒതുവെടുക്കാനും ഒക്കെ ശുദ്ധീകരണത്തിന് അള്ളാഹു ഇവിടെ മഴ വർഷിപ്പിച്ചു. അത് ആ സന്ദർഭവുമായി അങ്ങനെയാണെങ്കിലും എല്ലാ അർത്ഥത്തിലും എക്കാലത്തുമുള്ള ആളുകൾക്ക് ശുദ്ധീകരിക്കാൻ വെള്ളമുണ്ട്. മാഅൻ തഹൂറൻ, ശുദ്ധി വരുത്താവുന്ന വെള്ളം എന്ന് മറ്റൊരിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മൾക്ക് ഒതുവെടുക്കാൻ, കുളിക്കാൻ, ശുദ്ധീകരിക്കാൻ, കുടിക്കാൻ മാത്രമല്ല ശമനമാണ്. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം. മുമ്പൊരിക്കൽ പനിയുമായി ബന്ധപ്പെട്ട ഒരു ഖുത്ബ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ഖുത്ബയിലോ അതിന്റെ മുമ്പത്തെ ഖുത്ബയിലോ ഞാൻ സൂചിപ്പിച്ചു. ആ
ചൂട്, കഠിനമായ ചൂട് നരകച്ചൂടിൽ നിന്നാണ് ദുനിയാവിലേക്ക് വരുന്നത് എന്നതുപോലെ തന്നെ പനി നരകത്തിന്റെ ജ്വാലയിൽ നിന്നുള്ളതാകുന്നു. ഫഅബ്രിദൂഹാ ബിൽ മാഇ. പനിക്കുള്ള ചികിത്സ എന്താ? വെള്ളം കൊണ്ട് പനിയെ തണുപ്പിക്കുക. നല്ല പനിയേറ്റ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഐസിന്റെ കട്ട മേലെ വെക്കും, അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് ശരീരമാകെ തുടക്കാൻ വേണ്ടി പറയും. നമ്മൾ പനിച്ചാൽ കുളിക്കുക, അതൊക്കെ ചെയ്യുക. വെള്ളം കൊണ്ട് പനിയെ തണുപ്പിക്കുക. മുത്തഫഖുൻ അലൈഹി ഹദീസാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചു. ഒരാഴ്ചയിലധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ പനിയും തലവേദനയുമായി കിടപ്പിലായി. അന്ന് നബി ഭാര്യമാരോട് നിർദ്ദേശിച്ചത് വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് തോൽ സഞ്ചികളിൽ, വെള്ള സഞ്ചികളിൽ, മൃഗത്തിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന സഞ്ചി, അതാണ് തോൽ സഞ്ചി, ആ തോൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് കെട്ടി അഴിക്കാതെ അത് കൊണ്ടുവന്ന് പിന്നെ എന്റെ മേൽ നിങ്ങൾ അത് ഒഴിക്കണം. ഇതൊക്കെ ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തളികയിലിരുത്തി നബിന്റെ ഭാര്യമാർ കുളിപ്പിച്ചു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി ബാധിച്ചപ്പോ ഫാത്തിമ ബിൻതുൽ യമാൻ, നബിന്റെ മകൾ ഫാത്തിമയല്ല, യമാന്റെ മകൾ ഫാത്തിമ, ആ ഫാത്തിമയും കുറച്ച് സ്ത്രീകളും കൂടി നബി പനി ബാധിച്ചു കിടക്കുമ്പോ വീട്ടിൽ കാണാൻ പോയി. കാണാൻ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നത് നബിന്റെ തലക്ക് മീതെ ഒരു കുടം കെട്ടിയിട്ടുണ്ട്. ഒരു നമ്മുടെ വെള്ളപ്പാത്രം, മണ്ണിന്റെ കുടം പോലെ ഒരു കുടം. എന്നിട്ട് അതിൽ നിന്ന് വെള്ളം തുള്ളി തുള്ളിയായി നബിയുടെ നെറ്റിയിലേക്ക് ഉറ്റിക്കൊണ്ടിരിക്കുന്നു. ഹത്താ തബറദ ജിസ്മുഹു. നബിയുടെ ശരീരം തണുക്കാൻ വേണ്ടി. ഇന്നിപ്പോ ആയുർവേദ ഹോസ്പിറ്റൽ മറ്റും ജലധാര ചികിത്സ എന്നാണ് ചികിത്സ. ഇതൊക്കെ നബി നടത്തിയതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് രോഗത്തിനുള്ള ചികിത്സയാണ്, പ്രത്യേകിച്ച് പനിക്കുള്ള ചികിത്സ. ഇതിനും അല്ലാഹു മനുഷ്യനെ, വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് രോഗത്തിന് ചികിത്സയായി വെള്ളം ഏർപ്പെടുത്തി. ഇനിയോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. സൂറത്തു സാദിലെ 41-42 വചനങ്ങൾ കാണാം. വദ്കുർ അബ്ദനാ അയ്യൂബ. നമ്മുടെ അടിമയായ അയ്യൂബിനെ കുറിച്ച് മനുഷ്യ നീ ഓർക്കുക. ഇത് നാദാ റബ്ബഹു. അയ്യൂബ് നബി തന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു, വിളിച്ചു. എന്താ വിളിച്ചു പറഞ്ഞത്? അന്നീ മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്. ക്ഷീണം അല്ലെങ്കിൽ അവശത, വഅദാബ് പീഡനം, ഇത് രണ്ടുമായി ശൈത്താൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു. അപ്പൊ ശൈത്താൻ ബാധിച്ചിട്ടാണോ ക്ഷീണമുണ്ടായത്, പീഡനമുണ്ടായത്? ഞാൻ എന്റെ ചർച്ചയിലേക്ക് പോകല്ല, ഖുർആന്റെ ആയത്തിന്റെ നേർക്കഥ നടത്താൻ. അന്നീ മസ്സനിയ ശൈത്താൻ. മസ് എന്ന് പറഞ്ഞാൽ ബാധ എന്നാണ്, സ്പർശനം എന്നാണ്. ശൈത്താൻ എന്നെ സ്പർശിച്ചിരിക്കുന്നു. ബിനുസ്ബിൻ വഅദാബിൻ, പീഡനവും പിന്നെ ക്ഷീണം അല്ലെങ്കിൽ അവശതയുമായി. ഇതാണ് അയ്യൂബ് നബി അള്ളാഹു നടത്തിയ പ്രാർത്ഥന. എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിന് അള്ളാഹു നൽകിയ പരിഹാരം എന്താ? ഉർകുൽ ബിരിജ്ലിക്. നീ നിന്റെ കാലുകൊണ്ട് കൊട്ടുക, കാലുകൊണ്ട് അടിക്കുക. ആ കാലിട്ടടിക്കുന്നിടത്ത് ഹാദാ മുഗ്തസലുൻ ബാരിദ്. തണുത്ത കുളിക്കാനുള്ള സ്നാനജലം, തണുത്ത സ്നാനജലം ഇതാ ഇവിടെയുണ്ട്. നീ കാലുകൊണ്ട് കൊട്ടുന്നിടത്തുണ്ട്. വശറാബുൻ, പാനീയവുമുണ്ട്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബിക്ക് മോചിതത്തായി നൽകിയ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ കാലിട്ടടിച്ചു, അവിടെ തണുത്ത വെള്ളമുണ്ടായി. അതെന്തിനാണ്? മുഗ്തസൽ എന്നാ ഉപയോഗിച്ചത്. അപ്പൊ അവിടെ ഉണ്ടായ ക്ഷീണവും അതുപോലെ തന്നെ മറ്റു പ്രയാസങ്ങളും തളർച്ചയും ഇതിനൊക്കെയുള്ള ശമനമായി അള്ളാഹു അയ്യൂബ് നബിയോട് പഠിപ്പിക്കുന്നത് ആ തണുത്ത വെള്ളം കൊണ്ട് കുളിക്കുക. ദാഹം മാറാൻ, ക്ഷീണം മാറാൻ ആ വെള്ളം കുടിക്കുകയും ചെയ്യുക. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും ചികിത്സയായി അള്ളാഹു പഠിപ്പിക്കുന്നത് വെള്ളമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളം എത്രത്തോളം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശങ്ങളിൽ ചില കാര്യങ്ങൾ കാണാൻ സാധിക്കും. അൽ മുസ്ലിമൂന ശുറകാഉ ഫി തലാത്ത്. മുസ്ലിങ്ങൾ 3 കാര്യങ്ങളിൽ ശുറകാ, പങ്കാളികളാകുന്നു. ഫിൽ കലഇ, 1 പുല്ല്, വൽ മാഇ, 2 വെള്ളം, 3 വന്നാർ, തീയ്. വെള്ളം, തീയ്, പുല്ല്, ഈ 3 കാര്യങ്ങളിൽ മുസ്ലിങ്ങൾ പങ്കാളികളാകുന്നു. ചില റിപ്പോർട്ടുകളിൽ അന്നാസു ശുറക എന്ന് കാണാം. പക്ഷെ അതല്ല ശരി. ഇതാണ് സ്വഹീഹ റിപ്പോർട്ട്. മുസ്ലിങ്ങൾ തുല്യരാണ്. ഇതിന്റെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതലായി ഞാൻ പോകുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും ഒരുപോലെ അവകാശപ്പെട്ട മുസ്ലിങ്ങൾ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം പുലർത്തുകയും ചെയ്യേണ്ടുന്ന ഒരു മേഖലയാണ് വെള്ളം, പുല്ല്, തീയ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹദീസിന്റെ താല്പര്യം, നാം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു ഈ 3 കാര്യങ്ങളും വിൽക്കാൻ പാടില്ല, എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, സ്വന്തമാക്കി വെക്കാൻ പാടില്ല, വെള്ളം, പുല്ല്, തീയ്. മറ്റൊരഭിപ്രായം അങ്ങനെയല്ല, പൊതുവായ സ്ഥലങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതല്ലാത്ത തോട്, കിണറ്, പുഴ, അതുപോലെ തന്നെ കുളം, അരുവികൾ, മേച്ചിൽപ്പുറങ്ങൾ, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിലുള്ള വെള്ളവും അതുപോലെ തന്നെ പുല്ലും
അത് വെട്ടിപ്പിടിച്ച് കൈക്കലാക്കാൻ പാടില്ല. അത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. ഇത് എന്റേതാണ്, ഞാൻ വേലി കെട്ടിയതാണ്, അങ്ങോട്ടാക്കിയതാണ്, ഇങ്ങോട്ടാക്കിയതല്ല, എല്ലാവരും ഉപയോഗിക്കട്ടെ, എല്ലാവർക്കും പങ്കാളിത്തമുണ്ട്. ഈ അഭിപ്രായമാണ് ആദ്യം പറഞ്ഞ അഭിപ്രായത്തെക്കാൾ ശരിയായിട്ടുള്ളത്. അപ്പൊ ഒരാള് വലിയൊരു കിണർ കുഴിച്ചു, ഇപ്പൊ മിനറൽ വാട്ടർ കിട്ടും, അത് ഒരുപാട് പൈസ മുടക്കിയിട്ടാണ് ആ വെള്ളം അവൻ ശേഖരിച്ച് ബോട്ടിലാക്കി കടകളിലെത്തിക്കുന്നത്. അതിനയാൾക്ക് ചെലവുണ്ടാവും. അപ്പൊ ആ ചെലവിനനുസരിച്ച് അയാൾക്ക് കച്ചവടം ചെയ്യാം, അതിൽ നിന്ന് ലാഭവും ഉണ്ടാക്കാം. പക്ഷേ അവിടെ ചൂഷണമോ അമിതമായ വിലയോ ഉണ്ടാക്കാൻ പാടില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമാണ്. നമ്മുടെ പക്കൽ നമ്മുടെ കുടിക്കാനുള്ള ആവശ്യം കഴിഞ്ഞ് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അത് മറ്റുള്ളവനും കൊടുക്കണം. അതും ഈ ഹദീസിൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ, സഹായിക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് കുടിവെള്ളം. മനുഷ്യന്റെ ജീവൻ മുട്ടിപ്പോകുന്ന, മരണത്തിലേക്ക് നയിക്കുന്ന മേഖല. അവിടെ ഈ പറയുന്ന സഹകരണം മനുഷ്യൻ പുറത്തണം എന്നത് ഈ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഈ വെള്ളത്തിന് ഉള്ള സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ സംവിധാനങ്ങൾ നേരത്തെ നാം 2-3 സൂറത്തുകളിലെ ആയത്തുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിൽ സലക്കഹു യനാബിയ എന്ന സൂറത്ത് സുമറിലെ 21-ാമത്തെ വചനം, അവിടെ പ്രത്യേകിച്ച് ഭൂമിയിലുള്ള ഉറവിടങ്ങളിലേക്ക് അതിനെ നാം പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞതും അള്ളാഹു നൽകിയ സംരക്ഷണം പോലെ തന്നെ ഈ വെള്ളത്തിനുള്ള സംരക്ഷണം നമ്മളും നിർവഹിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അള്ളാഹു ഏർപ്പെടുത്തിയത് ഇത് മനുഷ്യന് വേണ്ടിയാണ്. അപ്പൊ ആ മനുഷ്യന് വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ ഈ സംരക്ഷണത്തെ നമ്മൾ നിലനിർത്തുകയും നമ്മൾ പുലർത്തുകയും ചെയ്യണം. അങ്ങനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. അത് ഇബാദത്തിന്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നബിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, എന്റെ ഉമ്മ മരിച്ചുപോയി, ഒരു വസിയത്തും ചെയ്തിട്ടില്ല. ഞാൻ ഉമ്മക്ക് വേണ്ടി വല്ല സദഖയും ചെയ്താൽ അത് ഉമ്മക്ക് ഉപകാരം ചെയ്യുമോ? അതെ, ഉപകാരം ചെയ്യും എന്ന് പറഞ്ഞ ഹദീസുണ്ട്. അതിന്റെ ചില റിവായത്തുകളിൽ നഅം വഅലൈക ബിൽ മാഇ, അപ്പൊ എന്തും മരിച്ച ബാപ്പ ഉമ്മ എന്നിവർക്ക് വേണ്ടി വഖഫായി, ദാനമായി, സദഖയായി, അത് 3, 15, 40, 90 ആണ്ട് അങ്ങനെ പ്രത്യേകം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഏർപ്പാടല്ല. അത് ബിദ്അത്താണ്. അത് ഷാഫി മദ്ഹബിൽ പോലും ഇല്ലാത്ത സംഗതിയാണ്. ഷാഫി മദ്ഹബ് തന്നെ അതിനെതിരാണ്. എന്നാൽ ബാപ്പക്കും ഉമ്മക്കും കൂലി കിട്ടട്ടെ എന്ന് വിചാരിച്ച് സദഖ ചെയ്യാമോ? സദഖ ചെയ്യാം. വസിയത്ത് ചെയ്യാമോ? വസിയത്ത് ചെയ്യാം. വഖഫ് ചെയ്യാമോ? വഖഫ് ചെയ്യാം. അപ്പൊ ഇതാണ് സഅദ് ബിൻ വഖാസ് ചോദിക്കാൻ, അതെ, നിനക്ക് ഉപകാരം കിട്ടും, കൂലി അതിന്റെ ഫലം കിട്ടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. വഅലൈക ബിൽ മാഇ, എന്നാൽ നീ അത് വെള്ളം കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ കിണർ കുഴിക്കുകയോ അല്ലെങ്കിൽ വെള്ളം ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ അത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുക എന്ന് പ്രത്യേകം നബി സഅദ് ബിൻ അബി വഖാസിനെ ഉണർത്തിയെന്നാണ്. അപ്പൊ സദഖകളിൽ പ്രത്യേകം പുണ്യം കിട്ടുന്ന കാര്യമാണ് വെള്ളം കൊണ്ടുള്ള സദഖ. ഇപ്പൊ ഗൾഫിൽ മറ്റു രാജ്യങ്ങളൊക്കെ പോയ ആളുകൾക്കറിയാം, ഗൾഫിൽ റോഡ് വെക്കല്ലെങ്കിൽ ആളുകൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ അറബികളുടെ വീട്ടില് വെറും വെള്ളമല്ല, കൂളർ സ്ഥാപിച്ച് ഫിൽറ്ററും സ്ഥാപിച്ച് തണുപ്പുള്ളതും തണുപ്പില്ലാത്തതും വെച്ചിട്ടുണ്ടാവും. ഗ്ലാസും ചങ്ങലക്കിട്ട ഗ്ലാസും കാണാൻ, അതിന് ആധാരം കൊണ്ടുനടക്കാനാണ്. ആർക്കും പോകുന്ന ആളുകൾക്ക് കുടിക്കാനും കന്നാസിൽ നിറച്ചു കൊണ്ടുപോകുക. ഒരുപാട് വീടുകളിൽ ഈ സംവിധാനം കാണാം. അതെന്തിനാ? വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് വളരെ പുണ്യം കിട്ടുന്ന ഒരു സംഗതിയാണെന്ന് നമുക്കും പറ്റും. നമ്മുടെ വീടുകളിലും നമ്മുടെ വീടിന്റെ അടുത്തും കടയിലടുത്തും ഒക്കെ ആളുകൾക്ക് സൗജന്യമായി കുടിക്കാനുള്ള ഏർപ്പാടായി കൊടുക്കാം. പലപ്പോഴും നമ്മൾ കേട്ടൊരു സംഭവമാണ്, ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഒരു പെണ്ണ് ബൈനമാ കൽബുൻ യുത്തീഫു ബി റക്കിയ്യ, ഒരു കിണറിന് ചുറ്റുകൂടി ഒരു നായ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിന് ദാഹം അതിനെ കൊല്ലാറായിരിക്കുന്നു. അപ്പൊ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ സാധാരണ പെണ്ണല്ല, വേശ്യകളുടെ കൂട്ടത്തിൽപ്പെട്ട വേശ്യകളിൽപ്പെട്ട ബനൂ ഇസ്രായേലിയരിലെ ഒരു വേശ്യ പെണ്ണ് ദാഹം മൂത്ത് പ്രയാസപ്പെട്ട് കിണറ് ചുറ്റും നാവ് നീട്ടി നടക്കുന്നത് ഒരു പെണ്ണ് കണ്ടു. ഏത്? ഈ വ്യഭിചാരിണിയായ പെണ്ണ്. ഫനസഅത് മൂഖഹ വസഖത്ഹു ഫഉഫിറ ലഹാ ബിഹി. അങ്ങനെ ആ പെണ്ണ് ഈ നായെ കുടിപ്പിക്കാൻ വേണ്ടി തന്റെ സോക്സിന് മേതെ അണിയുന്ന നമ്മളെ ഷൂ പോലുള്ള മൂക്ക് എന്നാണ് അതിൽ അറബിയിൽ ഉപയോഗിച്ച വാക്ക്, മൂക്ക്, കാഫ്, അത് അഴിച്ച് എങ്ങനെയോ അതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി ഈ നായയെ കുടിപ്പിച്ചു. ഫഉഫിറ ലഹാ ബിഹി. അങ്ങനെ ആ നായക്ക് വെള്ളം കൊടുത്തത് കൊണ്ട് ഈ പെണ്ണിന്റെ പാപം പൊറുക്കപ്പെട്ടു. അടിസ്ഥാനപരമായി തൗഹീദ് ഉണ്ടാകണം, അത് വേറെ വിഷയം. ശിർക്ക് പൊറുക്കപ്പെടൂല. തൗഹീദ് ഉള്ളവൻ പാപങ്ങളിൽ 3 വലിയ കുറ്റങ്ങളിൽപ്പെട്ട ഒന്നാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അത് ഒരിക്കലും വ്യഭിചരിക്കില്ല, വേശ്യാവൃത്തി ഒരു പണയായി സ്വീകരിച്ച അങ്ങനെയുള്ള ഒരു പെണ്ണിന്റെ പാപം അള്ളാഹു പുറത്തു കൊടുത്തു. എന്തിന്? പട്ടിക്ക് അല്ലെങ്കിൽ നായക്ക് വെള്ളം കൊടുത്തു എന്നതിന്റെ പേരിൽ. അപ്പോ ഇങ്ങനെയുള്ള വമ്പിച്ച പ്രതിഫലങ്ങൾ
അല്ലെങ്കിൽ ഇബാദത്തിന്റെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ ഇബാദത്തായി വെള്ളം കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ധർമ്മം എന്നാണ്. അതിന്റെ 3 കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ അതിന്റെ വിശദീകരണമായി ചില ഹദീസുകളിൽ കാണാം. അതിലൊരു ഹദീസിൽ ഔ നഹ്റൻ അജ്റാഹു, ഒരാൾ ഒരു നദി ഒഴുക്കി, നദി പറഞ്ഞാൽ തോടുണ്ടാക്കുക, കനാൽ ഉണ്ടാക്കുക. ഇപ്പൊ ലോകത്തറിയപ്പെടുന്ന ഇപ്പോഴും വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന, നേരത്തെ വിവാദമായിരുന്ന ഒരു കനാൽ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. അള്ള ഉണ്ടാക്കിയതിന് പുറമെ അപ്പുറം കടലിനെ ബന്ധിപ്പിച്ചുകൊണ്ട് കനാലുകൾ മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തോടുകൾ ഉണ്ടാക്കിയവരുണ്ട്. അങ്ങനെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കനാലോ അല്ലെങ്കിൽ വെള്ളച്ചാലുകളോ അല്ലെങ്കിൽ കുളമോ, ഒരു ഹദീസിൽ പിന്നെ ഔ ഹഫറ ബിറൻ എന്ന് കാണാം, കിണർ കുഴിക്കുക. അപ്പൊ കിണറോ തോടോ പുഴയോ ചാലോ കനാലോ ഇങ്ങനെയൊക്കെ കുഴിച്ച് ആളുകൾക്ക് കുടിക്കാനും കുളിക്കാനും നനക്കാനും ഒക്കെ ഉണ്ടാക്കിയാൽ അതെന്താണ്? സദഖത്തുൻ ജാരിയ. ആ കിണറോ തോടോ എത്ര കാലം നിലനിൽക്കുന്നുവോ അത്ര കാലം അതുണ്ടാക്കിയവന് കൂലി കിട്ടും. എന്തുകൊണ്ട് അള്ളാഹു ഇത്രയും വലിയ കൂലി ഇതിനൊക്കെ വാഗ്ദാനം ചെയ്തു? ഇത് മനുഷ്യന്റെ ജീവന്റെ അസ്ഥിവാരമാണ്, അവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളത്തെ നമ്മളും സംരക്ഷിക്കേണ്ടതുണ്ട്. ചുരുക്കം ചില കാര്യങ്ങൾ ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു എങ്ങനെ സംരക്ഷിക്കേണ്ടത്? ഒന്ന്, മിതമായി ഉപയോഗിക്കുക, അമിതമായി ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ടാപ്പ് തുറന്നു വെക്കും, ടാപ്പ് എന്നിട്ട് വർത്താൻ പറയും, വർത്താനത്തിന്റെ ഇടക്ക് ഒന്നു എടുക്കും, ഒന്നു എടുക്കുന്നതിനടുക്ക് വർത്താനല്ല, കൂടുതൽ വർത്താനേക്ക് സംസാരിക്കും, അതിന്റെ ഇടക്ക് ഒന്നു അങ്ങനെ വെള്ളൊലിച്ചുണ്ടാവും. എത്ര കണ്ട് തിരിക്കാൻ പറ്റുമോ അത്ര തിരിച്ച് പൂഴ്ചലാണ് വെള്ളം. നമ്മൾ പല്ലേക്കാൻ ബാത്റൂമിൽ കയറിയാൽ അങ്ങനെ തന്നെ, കുളിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ. ബക്കറ്റ് കണക്കിന് ലിറ്റർ കണക്കിന് വെള്ളം നമ്മൾ ഒതുവിനും കുളിക്കുമൊക്കെ ചെലവഴിക്കുന്നു. പക്ഷേ എത്ര വെള്ളമുണ്ട് എന്നതല്ല, നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര മാത്രമേ ഉപയോഗിക്കാവൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് ഊന്നെടുക്കാറുണ്ട്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 കയ്യും കൂട്ടി വാരിയ ഒരു വാരല്ലാൻ. ഒത്ത ഒരു മനുഷ്യൻ, നീളം കുറഞ്ഞവനല്ല നീളം കൂടിയവനല്ല, ഒത്ത മനുഷ്യന്റെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വാരിയാൽ കിട്ടുന്ന വെള്ളം, അതാണ് ഒരു മുദ്ദ്. ആ ഒരു മുദ്ദ് നമുക്കറിയാം, ഫിത്ർ സക്കാത്തിന്റെ അളവിൽ നമ്മൾ മുദ്ദ് വയ്ക്കലുണ്ടല്ലോ. ആ ഒരു മുദ്ദ് വെള്ളം കൊണ്ട് നബി ഒതു എടുക്കാറുണ്ടായിരുന്നു. നമുക്ക് തൊള്ളലാക്കാൻ ഉണ്ടാവുമോ? അല്ലെങ്കിൽ ഒരു വട്ടം മോങ്ക കഴുകരു ഒരു മുദ്ദ് വെള്ളം, അപ്പൊ അത്ര മതി. പറഞ്ഞ രീതിയിലാവണം, എല്ലായിടത്തും നനയണം. പിന്നെ അങ്ങനെ 3 വാരൽ, 3 മുദ്ദ് അല്ലെങ്കിൽ 4, ചില റിപ്പോർട്ടിൽ 5 കാണാം. 4 മുദ്ദ് കൂടിയതാണ് ഒരു സാഴ്, അല്ലെങ്കിൽ ഒരു മുദ്ദ് കൂടി 5 മുദ്ദ് കൊണ്ട് അല്ലെങ്കിൽ ഒരു സാഴ് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസ് കാണാം. വേറെ റിപ്പോർട്ടിൽ നബിയും ഭാര്യയും കൂടി 3 മുദ്ദ് വെള്ളം കൊണ്ടുന്ന ഒരു പാത്രം കൊണ്ട് കുളിക്കാറുണ്ടായിരുന്നു. അതിന് പിന്നെ ഒരുപാട് വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. രണ്ടാക്കും കൂടി ഒരു 3 മുദ്ദുള്ള പാത്രം എന്നല്ല, ഓരോരുത്തർക്കും വേറെ വേറെ. ആ ഹദീസിൽ ചില വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ കൊടുത്തത് കാണാം. ഞാൻ എന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. അങ്ങനെയും ഒരു ഹദീസ് ഉണ്ട് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പൊ എന്താ, ഇങ്ങനെ അമിതമാക്കാതെ മിതമായി മാത്രം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്, ആ നബിന്റെ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കുക എന്നതും ഒരു നന്ദിയാണ്. അള്ളാഹു സംരക്ഷിച്ച വെള്ളത്തെ സംരക്ഷിക്കുക എന്ന നമ്മുടെ ബാധ്യത നിർവഹിക്കുക എന്നതും എന്ന ബാധ്യതയുടെ ഇനത്തിലും ഇത് ഉൾപ്പെടുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നബി മിതമായി ഉപയോഗിച്ചതിനെ കുറിച്ചുള്ള ഹദീസാണ്. എന്നാൽ വേറെ ഹദീസിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു wudu എടുക്കുന്ന നബി കണ്ടു. അപ്പൊ നബി ചോദിച്ചു, അത്രേ മാ ഹാദ സറഫ്, നീ എന്താണ് ഈ അമിതമായി വെള്ളം ഉപയോഗിച്ച് wudu എടുക്കുന്നത്? അപ്പൊ സഅദ് ബിൻ അബി വഖാസ് ചോദിച്ചു, വെള്ളത്തിന്റെ കാര്യത്തിൽ wuduവിന്റെ കാര്യത്തിലും ഇസ്രാഫ് ഉണ്ടോ? ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ വെള്ളം കഷ്ടം പോലെ ഉപയോഗിച്ച് wudu എടുത്തൂടെ? wuduവിന്റെ കാര്യത്തിലും ഇസ്രാഫ് ഉണ്ടോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ, wudu എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഇസ്രാഫ് പാടില്ല, wudu എടുക്കേണ്ട അവയവങ്ങൾ നനയാൻ മാത്രമുള്ള വെള്ളമേ ഉപയോഗിക്കാവൂ എന്ന് നബി പറഞ്ഞു. വഇൻ കുന്ത അലാ നഹ്രിൻ ജാരിൻ, ഒഴുകിപ്പോകുന്ന ഒരു നദിയിൽ വെച്ചാണ് നീ wudu എടുക്കുന്നത് എങ്കിൽ പോലും നിനക്ക് ആവശ്യത്തിന് എത്ര വെള്ളം വേണോ ആ വെള്ളം എടുത്ത് ഒരു പുഴയിൽ നിന്ന് പോലും നീ wudu എടുക്കാവൂ എന്ന് നബി പറഞ്ഞതായി ഹദീസ് കാണാം. ഈ ഹദീസ് ഷെയ്ഖ് അൽബാനി തന്നെ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളും ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിൽസിലത്തുൽ ഹദീസ് സഹീഹയിൽ അദ്ദേഹത്തിന്റെ അവസാനത്തെ പഠനമനുസരിച്ച് മറ്റു ചില പണ്ഡിതന്മാർ സൂചിപ്പിച്ചതനുസരിച്ച് ഈ ഹദീസ് തെളിവിന് കൊള്ളും എന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞതായി നമുക്ക് കാണാം. എന്നാൽ മറിച്ചും അഭിപ്രായങ്ങളുടെ വേറെയും പല പണ്ഡിതന്മാരും ലഹീഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഇനി അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഈ ഹദീസിൽ പറഞ്ഞ ആശയം ശരിയാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഖുർആനിൽ വലാ തുസ്രിഫു, നിങ്ങൾ അമിതമായി ചെലവഴിക്കരുത്, ഒരു കാര്യവും ആവശ്യത്തിന് അപ്പുറത്തേക്ക് പോകരുത്. ഇവിടെ പൊതുവായി പറഞ്ഞതാണ്. wudu എടുക്കുമ്പോഴാണെങ്കിലും കുളിക്കുമ്പോഴാണെങ്കിലും ഇബാദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഒന്നിലും ഇസ്രാഫ് പാടില്ല, അമിതമായി പാടില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതമായി ചെലവഴിക്കുന്നവരെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ആ ആയത്ത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ മിതമായ ചെലവഴിക്കാവൂ വെള്ളമാണെങ്കിൽ പോലും എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി വേറെ ഹദീസ്, അത് സഹീഹാൻ, ഇന്നഹു സയകൂനു ഫി ഹാദിഹിൽ ഉമ്മ,
ഈ ഉമ്മത്തിന്റെ അവസാന കാലത്ത് ഒരു കൂട്ടം ആളുകൾ വരും. യഅ്തദൂന ഫിത്തഹൂരി വദ്ദുആഇ. തഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വസ്തു. ആ ശുദ്ധി വരുത്താൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ, വെള്ളമാകട്ടെ മണ്ണാകട്ടെ, അതിൽ പരിധി വിടുന്ന ചില ആളുകൾ ഉണ്ടാവും. പ്രാർത്ഥനയിലും അവർ പരിധി വിടും. അപ്പൊ ഇവിടെ കണ്ടോ, പരിധിക്കപ്പുറത്ത് പോകും. അതാണ് ഇഅ്തിദാ, ഇസ്രാഫ്, പരിധിക്കപ്പുറത്ത് ചെലവഴിക്കുക. അപ്പൊ ആ പറഞ്ഞ ഈ നേരത്തെ ഓതിയ ആയത്തിന്റെയും ഈ ഹദീത്തിന്റെയും അടിസ്ഥാനത്തിൽ ആദ്യം പറഞ്ഞ ഹദീത്ത് ലഈഫാണെന്ന് വന്നാൽ പോലും ആശയം ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേറെ 2-3 ഹദീത്തുകളുണ്ട്, ഒക്കെ ലഈഫാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ വിഷയം നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുകയും അള്ളാഹുവിന് നന്ദിയുള്ളവരായി ജീവിക്കുകയും ചെയ്യുക. അള്ളാഹു അക്കൂട്ടരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വെള്ളം ഒരു നിഅമത്താണ്, അതോടൊപ്പം ശിക്ഷയുമാണ്. ഒറ്റ വാചകത്തിൽ അത് ചുരുക്കുകയാണ്. നൂഹ് നബി സ്വല്ലല്ലാഹു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശിർക്കിന്റെയും കുഫ്രിന്റെയും ആളുകളെ കൊന്നത് തൂഫാൻ കൊണ്ടാണ്. തൂഫാൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായി മഴ വർഷിക്കുകയും അടുപ്പിൽ നിന്ന്, തന്നൂർ അടുപ്പിൽ നിന്ന് വെള്ളം സാറ പൊട്ടിയൊഴുകി എന്നാ ഖുർആൻ പറയുന്നത്. അടുപ്പ് എന്ന് പറഞ്ഞാൽ തീ കത്തിക്കാതെ അടുപ്പല്ല. തന്നൂർ എന്ന് പറഞ്ഞാൽ ബേക്കറി ചൂള അല്ലെങ്കിൽ തന്തൂരി അടുപ്പ്. സാധാരണ അടുപ്പിന് തന്നൂർ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിനാണ് അപ്പച്ചൂള എന്ന് പറയാ. അതെപ്പോഴും തീ കത്തിക്കൊണ്ട്, ബേക്കരിക്കാന്റെ അടുപ്പ്, തന്തൂരി അടുപ്പ്, അങ്ങനെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിൽ നിന്ന് വെള്ളം പൊട്ടിയൊഴുകി. ഇത് ഖുർആൻ പറഞ്ഞതാ. അങ്ങനെ മഴ പെയ്തിട്ട് അള്ളാഹു എന്ത് ചെയ്തു? മഴ മൂലം ആ സമൂഹത്തെ അള്ളാഹുവിനെ ധിക്കരിച്ചതിന്റെ പേരിൽ നശിപ്പിച്ചു. നമുക്കിവിടെ 2018-ലും 2019-ലും വെള്ളപ്പൊക്കമുണ്ടായി. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അപ്പോ ആ നിലക്ക് കൂടി വെള്ളത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തു സബയിൽ അവിടെ ഒരു കൂട്ടം ആളുകളെ അള്ളാഹുവിന് നന്ദി കാണിച്ചതിന്റെ പേരിൽ അള്ളാഹു അവരുടെ തോട്ടങ്ങളെയും കൃഷികളെയും ഒക്കെ നശിപ്പിക്കുകയും അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്തത് സൂറത്തു സബയിലെ 15-16 ആയത്തുകളിൽ അള്ളാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം കൂടി കൂട്ടത്തിൽ മനസ്സിലാക്കുക. അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക. വെള്ളം നന്നായി എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. നമ്മുടെ എല്ലിൽ പോലും ശരീരത്തിന്റെ എത്ര 79 എത്ര ശതമാനമുണ്ട്, അത്ര ശതമാനം നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. എല്ലിൽ പോലും ഒരു നല്ലൊരു ശതമാനം വെള്ളമുണ്ട്. രക്തത്തിൽ ഒരുപാട് ശതമാനം വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ മരിച്ചു തന്നെ. അപ്പോ അതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പൊ അവിടെ നമുക്ക് നന്ദി കാണിക്കാൻ പറ്റുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ചാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എന്റെ കഴിവോ ശക്തിയോ കൂടാതെ എനിക്ക് ഭക്ഷണം നൽകിയ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ വെള്ളവും ഭക്ഷണമാണ്, ഭക്ഷണം നൽകിയ അള്ളാഹുവിന് സ്തുതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. നമ്മൾ എത്ര തവണ വെള്ളം, ജ്യൂസ്, അത് ഇതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര വട്ടം നമ്മൾ ഈ പ്രാർത്ഥന മുഴുവൻ അറിയില്ലെങ്കിൽ അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന് സ്തുതി എന്നെങ്കിലും പറയാൻ നമുക്കാർക്കെങ്കിലും സമയം ലഭിക്കാറുണ്ടോ എന്ന് ആലോചിക്കുക. മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു മറ്റു 2 ആളുകളും കൂടി നബിന്റെ വീട്ടിൽ ചെന്ന ഒരു സംഭവം സുദീർഘമായ ഒരു ഹദീത്തിൽ ഇമാം മുസ്ലിം ഉദ്ധരിച്ചത് കാണാം. അങ്ങനെ നബി രാത്രി എണീറ്റു. സാധാരണ പോയി വെള്ളം കുടിക്കാനുള്ള പാത്രം പോയി തുറന്നു നോക്കുമ്പോൾ അതിലൊന്നുമില്ല. അപ്പൊ മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹുവിന് പേടിച്ചു. ആ വെള്ളം അദ്ദേഹമാണ് കുടിച്ചത്. അപ്പൊ എനിക്കെതിരിലെങ്ങാൻ നബി പ്രാർത്ഥിക്കുമോ എന്ന് മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹുവിന് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നബിന്റെ പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനി വഅസ്ഖി മൻ അസ്ഖാനി. വസ്കിമൻ സഖാനി എന്നുള്ള ചില റിപ്പോർട്ട് കാണാം. വാസ്കിമൻ അസ്ഖാനി, ഭക്ഷിപ്പിച്ചവന്, എനിക്ക് ഭക്ഷണം നൽകിയവന് അള്ളാഹുവെ നീ ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവനെ നീ കുടിപ്പിക്കണമേ. അപ്പൊ നമുക്കൊരാൾ വെള്ളം തന്നാൽ ആ കുടിപ്പിച്ച ആൾക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അയൽക്കാരെ നമുക്ക് വെള്ളം തരുന്നുണ്ടോ? ഓന്റെ മോട്ടറിൽ അടിച്ചിട്ട് ഓസിട്ട് നമ്മളെ വീട്ടിലേക്ക് എടുക്കുന്നുണ്ടോ? അല്ല മുക്കിക്കൊണ്ടുവരുന്നുണ്ടോ? അല്ലെങ്കിൽ അവന്റെ വേറെ നിലക്ക് നമുക്ക് തരുന്നുണ്ടോ? എങ്കിൽ ഗ്ലാസ്സിൽ തന്നാലും, പൈപ്പ് തന്നാലും, ടാങ്ക് തന്നാലും, ഓസിൽ തന്നാലും നമുക്ക് വെള്ളം തരലാണ്. അതിനുവേണ്ടി അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതും അള്ളാഹുവിന് നന്ദി കാണിക്കലാണ്. രാത്രി ഉറങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണാം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസൻ. രാത്രി കിടക്കുമ്പോൾ പല പ്രാർത്ഥന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊരു പ്രാർത്ഥന അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ. അതാലോചിച്ച് എത്ര നല്ല പ്രാർത്ഥനയാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയ, ഞങ്ങളെ വെള്ളം കുടിപ്പിച്ച, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മതിയാക്കി തന്ന, ഞങ്ങൾക്ക് അഭയം നൽകിയവനാരോ ആ അള്ളാഹുവിന് സ്തുതി. ഫക്കം മിമ്മല്ല കാഫിയലഹു, എന്നാൽ വേണ്ട കാര്യങ്ങൾ മതിയാക്കി കൊടുക്കാൻ ആളില്ലാത്ത എത്ര മനുഷ്യന്മാർ ഈ ലോകത്തുണ്ട്. വലാ മുഅ്ബിയ, കിടന്നുറങ്ങാൻ ഒരു ചാപ്പ പോലും ഇല്ലാത്ത, അഭയം നൽകാൻ ആളില്ലാത്ത എത്ര മനുഷ്യന്മാർ എന്റെ ചുറ്റുവട്ടത്തുണ്ട്. എന്നാൽ എനിക്ക് അഭയം നൽകി,
എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു, എന്നെ കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്തു. ആ അള്ളാഹുവിന് സ്തുതി. പള്ള നിറച്ച് തിന്നിട്ട് കിടന്നുറങ്ങാൻ നമുക്ക് ഈ ഓർമ്മ ഉണ്ടാകാറില്ല. അപ്പൊ തിന്നുമ്പോൾ മാത്രമല്ല, കിടക്കുമ്പോൾ പോലും ഇതിന്റെ പേരിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കാറുണ്ടായിരുന്നു എന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം മലിനമാകാതെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. നബി പറഞ്ഞ കാണാം, കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കരുത്. എന്താ മൂത്രമൊഴിച്ചാൽ എന്താ? പിന്നെ ആ വെള്ളം തന്നെ ഈ കുളിക്കുന്നതും മുതു കൊടുക്കുന്നതും ഒഴുക്കില്ലാത്ത വെള്ളമാണ്. അപ്പൊ വെള്ളം മലിനമാകും. അപ്പൊ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ മൂത്രമൊഴിക്കാനോ അല്ലെങ്കിൽ അത് മലിനമാകുന്ന കാര്യങ്ങൾ ചെയ്യാനോ പാടില്ല. പുഴയിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്ന ആളുകളുണ്ട്, കുളിക്കാനല്ല, കുടിക്കുന്നവരുണ്ട്. എത്രയോ ആളുകൾ പുഴയുടെ അടുത്ത് താമസിക്കുന്നവർ പുഴയിലെ വെള്ളമാണ് കുടിക്കുന്നത്. മേലുള്ള ആളുകൾ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ മാലിന്യം കൊണ്ടുപോയി ടിപ്പർ ലോറിക്കാർ ഒരുപാട് ആളുകൾ പിടിക്കപ്പെടുന്നു. CCTV ഉണ്ടെങ്കിൽ പിടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ പോകുന്നു. നാളെ പരലോകത്ത് ഇത്തരം വെള്ളച്ചാലുകളിലും തോടുകളിലും തോടുവക്കിലും അല്ലെങ്കിൽ റൂട്ട് വക്കിലും കൊണ്ട് വേസ്റ്റ് തള്ളുന്ന കോഴിക്കടക്കാരനും അറവ് മാലിന്യം തള്ളുന്നവനും അത് കൊണ്ടുപോകുന്ന ടിപ്പറുകാരനും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. കാരണം ഇത് സംരക്ഷിക്കേണ്ട മാപ്പിളയാണ്. ഇങ്ങനെയൊക്കെ അന്യായങ്ങൾ പ്രവർത്തിച്ച്, ആളുകളെ ദ്രോഹിച്ച്, അള്ളാഹുവിന്റെ റസൂലിന്റെയും കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ച് പണമുണ്ടാക്കുന്നത് ദുനിയാവിൽ ഉപകാരപ്പെടില്ല, പരലോകത്തും ഉപകാരപ്പെടില്ല. ശക്തമായ കുറ്റമായി മനസ്സിലാക്കുകയും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വിട്ടുനിൽക്കുകയും ചെയ്യേണ്ടുന്ന കാര്യങ്ങളാകുന്നു ഇത്. ഇതൊക്കെ ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടവയാണ്. അപ്പോ അങ്ങനെയുള്ള യഥാർത്ഥ മുസ്ലിങ്ങളാകുവാൻ, വിശ്വാസികളാകുവാൻ, വെള്ളത്തിന്റെ സംരക്ഷകരും കാവൽക്കാരും അതിന്റെ വിതരണക്കാരും അതിന്റെ ശരിയായ സഹകരണം പുലർത്തുന്നവരും